ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. വാസ്തു ജ്യോതിഷപരമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതുപോലെ തന്നെ വാസ്തുപരമായിട്ടുള്ള നിരവധിയായ സംശയങ്ങൾ ഇവിടെ നമുക്ക് ദൂരീകരിക്കുന്നതിനുമൊക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. പ്രിയമുള്ള ഡെന്നിസ് ജോയ് അവർക്ക്, ഞാൻ മലപ്പുറത്തു നിന്നും എഴുതുന്നു. 20 സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് പണിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു പ്ലാൻ വരച്ചിട്ടുണ്ട്. പ്ലാൻ ഇതോടൊപ്പം വയ്ക്കുന്നു. ഇതിൽ വാസ്തുപ്രകാരം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ദയവായി പറഞ്ഞു തരിക. സാറിൻ്റെ അഭിപ്രായം അറിഞ്ഞ ശേഷം എന്തെങ്കിലും തിരുത്തണമെങ്കിൽ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. എൻ്റെ വസ്തുവിൻ്റെ പ്ലാനും ഇതോടൊപ്പം വയ്ക്കുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ദയവായി പരിശോധിക്കുക. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് സ്ഥലത്തിൻ്റെ സ്കെച്ചുകൂടെ എടുക്കുമ്പോൾ ഇതിൻ്റെ കിഴക്കുവടക്ക് ഭാഗത്തു നിന്നൊരു വഴിമുട്ട് ഇതിനകത്ത് ഓൾറെഡി വരുന്നുണ്ട്. കാരണം വെച്ചാൽ എപ്പോഴും കിഴക്കുവടക്ക് ഭാഗത്തു നിന്നുള്ള വഴിമുട്ട് നമുക്ക് ദോഷം ചെയ്യുന്ന വഴിമുട്ടല്ല. അതുകൊണ്ട് ഇവർ വിഷമിക്കേണ്ട കാര്യങ്ങളുമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ അകത്ത് കിഴക്കുവടക്ക് ഭാഗത്തായിട്ട് തന്നെ ഇവർ ഗേറ്റ് കൊടുക്കുക. പക്ഷേ കിണർ കുഴിക്കുമ്പം അത് വടക്ക് ഭാഗത്താവാനായിട്ട് ഇവർ ശ്രദ്ധിക്കുക. പക്ഷേ ഇവർ കുഴിക്കുന്ന സമയത്ത് യമസൂത്രം മുറിഞ്ഞ് കിണർ വരാൻ പാടില്ല. യമസൂത്രം ഒഴിച്ച് വടക്ക് ഭാഗത്ത് ഇവർക്ക് കിണർ കുഴിക്കാം. അതുകൊണ്ട് ദോഷമൊന്നും കാണുന്നില്ല. അതേപോലെ ഇതിൻ്റെ 4 സൈഡും മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്ത ശേഷം ഇവർ വീട് പണി സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇതിൻ്റെ അകത്തൊരു വർക്ക് ഏരിയ ഇറക്കി ചെയ്തതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇപ്പം വരുന്ന പല പ്ലാനിലും തെക്കിഴക്ക് ഭാഗത്തായിട്ട് ഒരു വർക്ക് ഏരിയ കൂട്ടിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം വെച്ചാൽ വർക്ക് ഏരിയ ഇങ്ങനെ കൂട്ടിയെടുക്കുമ്പോഴൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ കന്നി മൂലം മുറിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് പോകും. എപ്പോഴും ഇതിനകത്ത് ഈ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇവർക്കൊരു വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ കിച്ചൻ്റെ അളവ് കുറച്ചുകൂടി ചെറുതാക്കി അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് വർക്ക് ഏരിയയോട് കൂട്ടിയെടുക്കുക. പക്ഷേ കിച്ചൻ്റെ അളവ് തെറ്റിപ്പോകാൻ പാടില്ല. അതുപോലെ വർക്ക് ഏരിയയുടെ അളവും തെറ്റിപ്പോകാൻ പാടില്ല. അതുപോലെ വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന ഈ ഒരു വർക്ക് ഏരിയ പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിമൂലം മുറിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് പോകും. അതുപോലെ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് 190 സെൻറ്റിമീറ്റർ കൂടി ഇതിനകത്ത് കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ളൊരു ചുറ്റളവിലേക്ക് വരുന്നുള്ളൂ. അപ്പം 190 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുക്കുമ്പോൾ 79 കോൽ വരും. പൂരം നക്ഷത്രമാണ്, വൃഷയോനിയാണ്. ഉത്തമമായിട്ടുള്ള കണക്കിലേക്ക് അത് മാറിക്കിട്ടും. അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസ് ഒരു 70 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് വരികയുള്ളൂ. ഇത് രണ്ടും ക്ലിയർ ചെയ്യുക. അതേപോലെ ഇപ്പം ചുറ്റളവ് നമ്മൾ കൂട്ടാനായിട്ട് നമ്മൾ പറയുമ്പം ഇവരൊരു വർക്ക് ഏരിയ വെളിയിലോട്ട് തള്ളിയെടുത്ത കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കനുസരിച്ച് വർക്ക് ഏരിയയും കൂടെ വീടിനകത്താക്കി ക്രമീകരിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. അതുപോലെ കിഴക്ക് വടക്ക് ഭാഗത്ത് ഒരു പൂജാമുറി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പൂജാമുറിയുടെ ഡോറ് ഇതിനകത്ത് എനിക്ക് പ്ലാൻ തന്നിരിക്കുന്നത് വെളിയിലോട്ട് തുറക്കുന്ന രീതിയിലാണ്. അത് വീടിനകത്തോട്ട് തുറക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മെയിൻ ഡോറിൻ്റെ സ്ഥാനം നോർത്ത് ഈസ്റ്റിലാക്കുന്നത് നല്ലതാണ്. അതുപോലെ നല്ലൊരു ഡേറ്റ് നോക്കി നല്ലൊരു സമയം കുറിച്ച ശേഷം നല്ലൊരു നക്ഷത്രത്തിൽ ഇതിനകത്ത് കല്ലിടാനായിട്ട് ശ്രമിക്കുക. ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ സർപ്പദോഷങ്ങൾ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതുപോലെ കിഴക്കോട് ദർശനമായിട്ടുള്ള വീടാണ്. വളരെ ഐശ്വര്യമുള്ള ഒരു പ്ലോട്ടാണിത്. അതുപോലെ വസ്തുവിനാണെങ്കിലും നല്ല ഐശ്വര്യമുള്ളൊരു പ്ലോട്ടായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ജാതമായിട്ട് ഇത് വളരെ സൂട്ടാണ്. അതുപോലെ വീടിൻ്റെ കണക്കും ഈ ഒരു കാര്യങ്ങൾ കൃത്യമാക്കിയ ശേഷം നല്ലൊരു സമയം കുറിച്ച ശേഷം ഇവർക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാം. മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഇവർക്ക് മറ്റ് ദോഷങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ ഇവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഇത് ജീവിക്കാൻ തന്നെ ഒരു തടസ്സവും കാണുന്നില്ല. ചിലപ്പോൾ വൃക്ഷങ്ങളൊക്കെ വീടിനേക്കാളും ഉയരത്തിൽ വളർന്നാൽ പ്രശ്നമാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇല്ല, നമ്മൾ പണ്ട് ചില ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വീടിനോട് ചേർന്നിട്ട് വലിയ വൃക്ഷങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് സമയവും നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് തന്നെയല്ല, വാസ്തുശാസ്ത്രം അനുസരിച്ച് ചില മരങ്ങൾ നമ്മുടെ വീടിനടുത്തോ വീടിൻ്റെ കോമ്പൗണ്ടിലോ തന്നെ വെക്കാൻ പാടില്ലാത്ത പല മരങ്ങളുമുണ്ട്. എന്നാൽ ചില ചെടികളാണെങ്കിലും ചില മരങ്ങളാണെങ്കിലും നമുക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി തരുന്ന മരങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില മരങ്ങൾ വെക്കുമ്പം നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് പുറത്താക്കി വെക്കാനായിട്ടാണ് വാസ്തുശാസ്ത്രം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മുടെ വീടിൻ്റെ അകത്ത് ഇപ്പം ഇൻഡോറിലൊക്കെ നമ്മൾ പല പ്ലാന്റുകൾ വെക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇപ്പം പ്ലാന്റുകളൊക്കെ വന്നിട്ട് പലപ്പോഴും മുള്ളുള്ള ചെടികളും അതുപോലെ ഈ ഒരുതരം നമ്മുടെ വീടിനകത്ത് നമുക്ക് കണ്ടാൽ തന്നെ ഒരു ഇറിറ്റേഷൻ വരുന്ന സൈസ് ചേമ്പിൻ്റെ ഇലകളൊക്കെ വെക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ വീടിനകത്ത് നമ്മൾ ഇൻഡോർ പ്ലാന്റ് വെക്കുമ്പോൾ ഇതേപോലെ നമുക്ക് ഐശ്വര്യം തരുന്ന ചെടികൾ വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ ചൈനീസിൻ്റെ ബാമ്പു ഉണ്ട്, അല്ലെങ്കിൽ മണി പ്ലാന്റ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ നമ്മൾ ഇൻഡോർ പ്ലാന്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഗുണഫലങ്ങൾ കിട്ടും. അതുപോലെ ഈ മുള്ളുള്ള ചെടികൾ, അതുപോലെ ഷാർപ്പ് എഡ്ജുള്ള ചെടികൾ, ഇതൊന്നും നമ്മൾ ഇൻഡോർ പ്ലാന്റായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല. അതുപോലെ ചില വീടുകളിൽ ചെല്ലുന്ന സമയത്ത് ബെഡ്റൂമിലെ ടോയ്ലറ്റിലൊക്കെ ഇൻഡോർ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്.
അപ്പം ടോയ്ലറ്റിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റുകൾ വെക്കുകയാണെങ്കിൽ അതൊരു ചൈനീസ് വാസ്തു ചെയ്യുന്ന ആരെങ്കിലും വിളിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം ചെയ്യുക. അതുപോലെ ഒരു കാരണവശാലും നമ്മുടെ ബെഡ്റൂമിനോട് ചേർന്നുള്ള ടോയ്ലറ്റിലോ നമ്മൾ ഇൻഡോർ പ്ലാന്റുകൾ വെക്കാറില്ല. കാരണം വെച്ചാൽ രാത്രി ഇത് കാർബൺ ഡയോക്സൈഡിനെ പുറത്ത് വിടുന്നുണ്ട്, ഉറക്കമൊന്നും ശരിയാവില്ല. അപ്പം ഇൻഡോർ പ്ലാന്റ് വെക്കുമ്പം അത് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനത്ത് ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ചെയ്യുക. തന്നെ ചെയ്യുകയാണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ് വെക്കാൻ പറ്റും. അതേപോലെ കിഴക്ക് ഭാഗത്തും നമുക്ക് ഇൻഡോർ പ്ലാന്റ് വെക്കാൻ പറ്റും. പക്ഷേ ഈ രണ്ട് ഭാഗത്തും ഇൻഡോർ പ്ലാന്റ് വെക്കുമ്പോൾ ദിശയുടെ ചരിവ് അനുസരിച്ച് അത് കൃത്യമാണെന്ന് ഉറപ്പാക്കിയ ശേഷം ചെയ്യുക. ഈ ഒരു പ്ലാനിൽ മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. അതേപോലെ വീടിന് നമ്മൾ വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോഴും വീടിന് പറ്റുന്ന മരങ്ങളാണോ എന്ന്, വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് പറ്റുന്ന മരങ്ങളാണോ എന്ന് കൺഫേം ചെയ്ത ശേഷം ചെയ്യുക. മറ്റു കാര്യങ്ങളൊന്നും ഈ ഒരു വീടിൻ്റെ പ്ലാനിനകത്ത് ഞാൻ കാണുന്നില്ല. ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്ത ശേഷം വീട് പണി മുന്നോട്ട് കൊണ്ടുപോകുക. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതി അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായവുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യ പ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം, ഗുരുവരുളാകുന്ന ദേവാമൃതം.